ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞമ്മക്കൊരു നല്ല അടിപൊളി നല്ല ക്രീമി ആയിട്ടുള്ളൊരു പിസ്സ റെഡിയാക്കി എടുത്താലോ? ചിക്കൻ ഫജിത പിസ്സ അങ്ങനെയായിട്ട് ഇതിന്റെ പേര് വരുന്നത്. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ഇതൊരു പീസ് മതിട്ടോ. നമ്മളെ വയറ് നല്ലപോലെ ഫില്ലാവും ട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് ട്ടോ. എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പിൽ 2 കപ്പ് മൈദ കേട്ടോ. ഇതൊരു ലാർജ് സൈസ് പിസ്സ ഉണ്ടാക്കുന്നില്ല. അത്രയും വലിപ്പം ഉണ്ടാവും ട്ടോ ഈ ഒരു അളവിന്. ഇതിൽ കുറവാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് എല്ലാ പിസ്സ ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്താ പറയുക, ഇതെല്ലാം ഈ അളവെല്ലാം ഒന്ന് കുറച്ചെടുത്താൽ ഒരു 1/4 കപ്പ് മൈദ അല്ലെങ്കിൽ 1.5 അങ്ങനെ എടുത്താൽ മതി ട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേങ്കിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ പിസ്സൻ്റെ ഈ ബേസ് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ, അതാട്ടോ ഞാനിപ്പോൾ, അതിപ്പം എല്ലാവരുടെ അടുത്തും ഉള്ളത് കൊണ്ട് അതാട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് ഏറ്റവും ബെറ്റർ. ഒലീവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഒലീവ് ഓയിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഡോ ആദ്യം ഇല്ലേ മൈദ നമ്മളെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തു നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ 2 കപ്പ് മൈദക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഇട്ട് കൊടുത്തത്. ചൂട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളം കപ്പ് ചൂടുവെള്ളമില്ലേ, അത് മതി ട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം വീണ്ടും മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ പിസ്സൻ്റെ ഈ ഡോ ഇല്ലേ, ഒരിക്കലും നമ്മളെ ചപ്പാത്തിൻ്റെ അത്ര പോലും ഹാർഡ് ഒന്നും പാടില്ല. ഈ ഡോ നല്ല സോഫ്റ്റ് ആയിരിക്കണം വേണ്ടത്. നമ്മൾ കൈമന്ന് ഇങ്ങനെ ഒഴുകി വെക്കൂലേ, അങ്ങനെ വേണം ട്ടോ. എന്നാലാണ് നമുക്കിതിൻ്റെ എന്താ പറയുക, പിസ്സ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിത് ലൂസായി എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പൊടി ഇടുന്നതിനനുസരിച്ച് ഇത് ഹാർഡായി പോട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അത് മതി. എന്നിട്ടും അതിൽ ലൂസിൽ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പൊടി ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ ലൂസായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ബേസ് ഹാർഡായി പോകും. അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, വീണ്ടും വീണ്ടും പൊടി ഇടരുത് കേട്ടോ. ഇങ്ങനെ ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. പിസ്സൻ്റെ ബേസ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം വലിച്ച് പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കിതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടുള്ള സ്ഥലം ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അല്ലാത്ത സ്ഥലം ഒരു 2-3 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഓവൻ ഒന്ന് വാം ചെയ്യുക. ഓവനും ഈ എയർ ഫ്രയറൊക്കെ ഒന്ന് വാം ആക്കിയിട്ട് അതിന്മേൽ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി വരും കേട്ടോ. നല്ല പോലെ പൊങ്ങി വരും. ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഞാൻ എന്താ പറയുക, ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ചെറിയൊരു തണുപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. വലിയ തണുപ്പല്ല, എന്നാലും ഞാൻ അത് അങ്ങനെയാണ് വെച്ചത്. ഞാനിപ്പോൾ എനിക്ക് എന്തുണ്ടാവുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന്, നമുക്കിപ്പോൾ സമയമില്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ ഈ ഡോ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. ഇനിയിപ്പം ഞമ്മക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിൽ ഒരു മസാല അത് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, പൊടിയൊന്നും ആയിട്ട് അങ്ങനെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസില്ലേ, ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതാട്ടോ എടുത്തത്. ചിക്കൻ ഒരു ചെറിയ ബ്രസ്റ്റ് പീസ് ആട്ടോ എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ ഇതേപോലെ വൈറ്റ് കളർ ആയാൽ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് വെച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ ക്രഷ് ചെയ്തതോ അല്ലെ, അത് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. എല്ലാം 1/2 ടീസ്പൂൺ വെച്ചെടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നല്ലോണം അതിൻ്റെ പച്ചച്ചോ എല്ലാം മാറുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ഉള്ളിൻ്റെ പകുതിയായിട്ട്, ഞാൻ വലിയ ഉള്ളിയാട്ടോ അത് കൊണ്ട് പകുതി എടുത്തത്, പകുതി ക്യാപ്സിക്കം, പകുതി തന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ.
ഇനിയിപ്പോ ഇതാ ഇതിലേക്ക് ഇതിങ്ങനെ തന്നെ മതി. എന്നാലും ഈ ചീസും കൂടി വരുമ്പോ ആണ് ഇതിന്റെ കറക്റ്റ് ഫജിത്ത ടേസ്റ്റിലേക്ക് വരുന്നത് ട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫജിത്ത മസാല ഇല്ലേ. അത് നമുക്ക് ഈ ഒരു ഫില്ലിങ് നമുക്ക് ഏതിന് വേണമെങ്കിലും എടുക്കാം ട്ടോ. എന്നുവെച്ചാല് നല്ല ടേസ്റ്റാണ് ഇതില് ചീസും കൂടി വരുമ്പോ. അപ്പൊ ചീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇടണം ട്ടോ. അപ്പൊ ഇത് ചീസ് ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മളെ ഫില്ലിങ് ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ക്യാപ്സിക്കും തക്കാളി ഒന്ന് ഉടയുന്നവരെ ഒന്ന് വഴറ്റും. അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. പിസ്സ സോസ് നിങ്ങളെ കൈമേൽ ഉണ്ടെങ്കിൽ അതന്നെ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ കച്ചപ്പിൽ ഒരു 1/4 കപ്പോളം ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച മാവില്ലേ അത് നല്ല ഡബിൾ സൈസ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടോ. ഇതുപോലെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാനിലാണോ ഈ സെയിം ഡോ ഇല്ലേ, ഞാൻ ഇപ്പോൾ 2 കപ്പിലല്ലേ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രണ്ടാക്കി മീഡിയം സൈസിലുള്ള പിസ്സ ഒരു 2 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഒരു കുറച്ച് ഓയിലൊന്ന് ഈ പാനിലെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ മാവില ഞാൻ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ ആക്കി കൊടുക്കുക. ഇതേപോലെ റൗണ്ടിലൊന്ന് ആക്കി കൊടുക്കുക. കൈ ഒന്ന് കഴുകി വന്നിട്ട് ചെയ്താലും മതി. അപ്പം ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ലോണം സെറ്റാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഇല്ലേ അത് ഇതിലേക്ക് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളെ എടുക്കുന്ന പാനിനനുസരിച്ചാണ് കേട്ടോ. വലിയ പാനാണെന്ന് വെച്ചാൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡോ മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരും. ഇതിപ്പോൾ നോർമൽ വലിപ്പമുള്ള ഒരു ചെറിയ പാനാണ്, ഒരു മീഡിയം വലിപ്പം. അപ്പോൾ ഞാൻ ഇതിന് പകുതിയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കുക. പക്ഷെ ഭയങ്കര കട്ടിയായി പോവരുത്. ഒരു മീഡിയം തിക്നെസ് മതി കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഇതൊന്ന് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് മൊസറല്ല ചീസ് ഇല്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ പകുതിയാണ് ഫസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതിന് ഈ ഫില്ലിങ്ങും എത്തുന്ന രീതിക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നിങ്ങളെ കൈമേൽ സ്ലൈസ്ഡ് ചീസ് അല്ലെ മൊസറല്ല മാത്രമുള്ള രണ്ടും കൂട്ടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. അതിനെ കൊണ്ടാണ് ഞാൻ രണ്ടും വെച്ചിട്ട് ചെയ്യുന്നത്. അഥവാ രണ്ട് എന്താ പറയുക ഒന്നാളുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം കുറച്ച് സ്ലൈസ്ഡ് ചീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊസറല്ല ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തും ചീസ് എത്രത്തോളം ചീസിന്റെ ഫ്ലേവർ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും. ഇഷ്ടമില്ലാത്തവർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ആ പാൻ ഒന്ന് ചൂടായി വരണമല്ലോ. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി പിസ്സ റെഡി.